KSEB പറയുന്ന നഷ്ടക്കണക്ക് അത് അവരുടെ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു വാദമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ഇല്ലാതെ ഇവർ പറയുന്നതിൽ അതേപടി വിശ്വസിക്കാൻ ഒന്നാമത് നമ്പർ 1 അത് സാധ്യമല്ല. നമ്പർ 2, ഈ നഷ്ടക്കണക്കിൻ്റെ ദുരൂഹത ഒരുപാട് ആഴത്തിലുള്ള, അതായത് അവർ പറയുന്ന പല കണക്കുകളുടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോൺട്രഡിക്ഷൻസ്, അവർ പറയുന്നതിൽ കോൺട്രഡിക്ഷൻ അല്ല, നമ്മളത് അതിനകത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒന്നാമത് പറയുന്നത് കേരളത്തിലാണ് ഈ രാത്രി കാലങ്ങളിൽ പീക്കിംഗ് വരുന്നത്, പീക്ക് ഡിമാൻഡ് കൂടുന്നു. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഹീറ്റ് വേവ്സ് വന്നതിൻ്റെ ഫലമായിട്ട് ഈ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പരിമിതമായ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഈ ഹൈലി അർബനൈസ്ഡ് ഏരിയ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നൈറ്റ് ടൈം പീക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന ഹീറ്റ് വേവ്സും കൂടുതൽ ആൾക്കാർ എയർ കണ്ടീഷനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ള ഒരു മാറ്റം ആയിട്ട് പലയിടത്തുമുണ്ട്. എന്നാൽ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അതൊരു അനോമലി ആണെന്നും കേരളത്തിൽ കൂടുതൽ മിക്കവാറും ഈ നൈറ്റ് ടൈം ഡിമാൻഡ് കൂടുതലാണെന്ന് നമ്മൾ സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ സ്ഥിതി എന്താ? മറ്റ് സ്റ്റേറ്റുകളിൽ പീക്ക് ഡിമാൻഡ് പകലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പകൽ സമയത്ത് ഇവിടുന്ന് രാത്രി കാലങ്ങളിൽ അവിടെ ആക്ച്വലി ഡിമാൻഡ് കുറവുമാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പർച്ചേസ് ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നും ഒക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് അവർ ഇതിനെ ഈ പുറത്തുനിന്നുള്ള ഡിമാൻഡ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ ലോങ് ടേം കോൺട്രാക്ട്സ് വെച്ചിട്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഈ പ്രൊസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിന്റെ മേലടിച്ച് അതിനെ പഴിചാരുകയും കംപ്ലീറ്റ് കൺസ്യൂമേഴ്സിന്റെ മുമ്പിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഭാരം അടിച്ചേൽപ്പിക്കുക ചെയ്യുന്ന പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാൽക്കുലേഷന്റെ ബേസിലല്ല എന്നുള്ളതാണ്. അത് പ്രാഥമികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ്, റീകാൽക്കുലേഷൻ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവരുടെ ബയസ് ഇല്ലാതെ, ഈ KSEBയുടെ ബയസ് ഇല്ലാതെ നമ്മൾ ഇതിനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പകൽ സമയത്ത് ഉണ്ടാകുന്ന ആ പ്രൊഡക്ഷൻ എന്തുകൊണ്ട് ഒരിക്കലും സർപ്ലസ് അല്ല. കാരണം ആപ്പാടെ 2% കൺസ്യൂമേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഈ 5 KVA